വയനാട്ടിലെ മൂടൽമഞ്ഞുള്ള കുന്നുകൾക്കിടയിൽ കല്ലുകൾ സംസാരിക്കുന്ന ഒരിടമുണ്ട്. പുരാതന കരങ്ങൾ പാറകളിൽ ചിഹ്നങ്ങൾ കൊത്തിയെടുത്ത ഇടം ഇന്നും നിലനിൽക്കുന്ന ഒരു രഹസ്യം അവശേഷിപ്പിക്കുന്നു. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ഇത് കേരളത്തിന്റെ ഭൂതകാലത്തിലേക്കുള്ള ഏറ്റവും ആകർഷകമായ കാഴ്ചകളിൽ ഒന്നാണ്. എടക്കൽ ഗുഹകളുടെ അറിയപ്പെടാത്ത കഥയിലേക്ക് സ്വാഗതം. വയനാട്ടിലെ അമ്പുകുത്തി മലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. പേര് അന്വർത്ഥമാക്കുന്നതുപോലെ ഇത് സാധാരണ അർത്ഥത്തിലുള്ള ഒരു ഗുഹയല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു സ്വാഭാവിക ശിലാശ്രയമാണ്. രണ്ട് വലിയ പാറകൾക്കിടയിൽ ഒരു വലിയ കല്ല് കുടുങ്ങിക്കിടന്നാണ് ഇത് രൂപപ്പെട്ടത്. അവിടെ നിന്നാണ് ഈ പേര് വന്നതും. മലയാളത്തിൽ എടക്കൽ എന്നാൽ ഇടയിലുള്ള കല്ല് എന്നാണ് അർത്ഥം. എന്നാൽ ഈ സ്ഥലത്തെ സവിശേഷമാക്കുന്നത് എന്താണെന്നാൽ അതിൻ്റെ ശിലാഘടനയല്ല, മറിച്ച് ഉള്ളിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രെഡ് ഫോസെറ്റ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ ശ്രദ്ധേയമായ ഒന്ന് കണ്ടെത്തി. മലകളിൽ പര്യവേഷണം നടത്തുന്നതിനിടയിൽ ഗുഹാഭിത്തികളിൽ അദ്ദേഹം ചില അടയാളങ്ങൾ കണ്ടു. പ്രകൃതിദത്തമല്ലാത്ത അടയാളങ്ങൾ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രാതീത കാലത്തെ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്. ഇന്നും എടക്കലിലെത്തുക എന്നത് ഒരു അനുഭവമാണ്. സന്ദർശകർ കുത്തനെയുള്ള പാതകളും പാറക്കെട്ടുകളും കയറണം. യാത്ര എളുപ്പമല്ല, പക്ഷേ അത് ഉചിതമായിരിക്കാം. ചില സ്ഥലങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ടവയാണ്. ഗുഹാഭിത്തികൾക്കുള്ളിൽ പുരാതനമായ ശിലാലിഖിതങ്ങളുണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ശിലാശില്പങ്ങൾ. മനുഷ്യരൂപങ്ങൾ, മൃഗങ്ങൾ, ഉപകരണങ്ങൾ, ജ്യാമിതീയ രൂപങ്ങൾ എന്നിവ ഈ അടയാളങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്നും തർക്കവിഷയമായി തുടരുന്ന വിചിത്രമായ ചിഹ്നങ്ങളും. ഈ കൊത്തുപണികൾക്ക് 6000 വർഷത്തിലധികം പഴക്കമുണ്ടാകാമെന്ന് ചില വിദഗ്ധർ വിശ്വസിക്കുന്നു. വ്യത്യസ്ത കാലഘട്ടങ്ങളിലായാണ് വിവിധ തട്ടുകളിലുള്ള കൊത്തുപണികൾ നിർമ്മിക്കപ്പെട്ടതെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. അതിനർത്ഥം എടക്കൽ ഒരു തലമുറയുടെ മാത്രം സൃഷ്ടിയല്ല, പല തലമുറകളുടേതാണ്. നൂറ്റാണ്ടുകളായി സന്ദർശിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഒരിടം. ഇവിടുത്തെ ചില അടയാളങ്ങളും സിന്ധുനദീതര സംസ്കാരവുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളും തമ്മിലുള്ള സാമ്യം ചില ഗവേഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ശരിയാണെങ്കിൽ എടക്കലിന്റെ പ്രാധാന്യം ഇനിയും കൂടും. വർഷങ്ങൾ നീണ്ട പഠനങ്ങൾക്ക് ശേഷവും പല കൊത്തുപണികളും ഇന്നും നിഗൂഢമാണ്. ആരാണ് ഇവ നിർമ്മിച്ചത്? എന്തിനാണ് ഇവ ഇവിടെ കൊത്തിയെടുത്തത്? അവർ എന്താണ് പറയാൻ ശ്രമിച്ചത്? എടക്കൽ ഇന്നും സൂക്ഷിക്കുന്ന രഹസ്യം അതാണ്. എടക്കലിനെക്കുറിച്ച് അസാധാരണമായ ഒന്നുണ്ട്. അത് ഫോട്ടോകൾക്ക് മാത്രം പകർത്തിയെടുക്കാൻ കഴിയില്ല. ഒരുപക്ഷേ അത് അവിടുത്തെ നിശബ്ദതയായിരിക്കാം. ഒരുപക്ഷേ അത് ഉയരമായിരിക്കാം. അതല്ലെങ്കിൽ ഒരിക്കൽ പേരുകൾ പോലും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ സ്ഥലം എത്രമാത്രം പ്രധാനമായിരുന്നു എന്ന തോന്നലായിരിക്കാം. ആ ശിലാശ്രയത്തിനുള്ളിൽ നിന്ന് ആ പുരാതന കൊത്തുപണികൾ നോക്കുമ്പോൾ നിങ്ങളൊരു സ്മാരകം സന്ദർശിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല. എഴുതപ്പെട്ട ചരിത്രത്തിന് എത്രയോ കാലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരിൽ നിന്നുള്ള ഒരു സന്ദേശമായി നിങ്ങൾക്ക് ഇത് തോന്നും. എങ്കിലും സ്വന്തം മുദ്ര പതിപ്പിക്കാൻ അവർ ഒരു വഴി കണ്ടെത്തി. ഇന്ത്യയിലെ പല പുരാതന സ്ഥലങ്ങളെയും പോലെ എടക്കലും ഐതിഹ്യങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഒരു ദൈവീക അമ്പ് തർച്ചാണ് ഈ മല പിളർന്നതെന്ന് പ്രാദേശിക വിശ്വാസം പറയുന്നു. ഈ കഥ മിത്തോ ഓർമ്മയോ വെറും സങ്കല്പമോ ആകട്ടെ, അത് ആ സ്ഥലത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. കാരണം എടക്കൽ വെറും ചരിത്രമല്ല, അത് നാടോടിക്കഥകളും അത്ഭുതങ്ങളും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമാണ്. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം എടക്കൽ ഗുഹകൾ ജനങ്ങളെ ആകർഷിക്കുന്നത്. അത് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, വിശദീകരിക്കാൻ വിസമ്മതിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. വയനാട്ടിലെ കുന്നുകളിൽ കല്ലിനും നിശബ്ദതയ്ക്കും ഇടയിൽ മറഞ്ഞിരിക്കുന്ന ഭൂതകാലം ഇപ്പോഴും കാത്തിരിക്കുന്നു. എടക്കൽ ഇപ്പോഴും ഓർക്കുന്നു.